വെൽക്കം ടു ഡ്രീം ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സിലെ 7th യൂണിറ്റാണ് കൺസെപ്റ്റ്സ് ഓഫ് ഡിഫറൻസിയേഷൻ. 7th യൂണിറ്റാണ് കൺസെപ്റ്റ്സ് ഓഫ് ഡിഫറൻസിയേഷൻ. ഓക്കെ, നമ്മൾ മുന്നേ ലിമിറ്റ് പഠിച്ചു, കണ്ടിന്യൂറ്റി പഠിച്ചു, അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് കൺസെപ്റ്റ്സ് ഓഫ് ആ ഒരു ഏരിയയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ വരുന്ന കൺസെപ്റ്റ് തന്നെയാണ് ഡിഫറൻസിയേഷൻ. അതായത് നമ്മൾ ചിലപ്പോൾ +2 ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ ഫംഗ്ഷൻ തന്നാൽ ഇപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ 2x ആണ്. ഇതുപോലുള്ള ഡിഫറൻസിയേഷൻ ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ അവിടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചില മെത്തേഡ്സ്, റൂൾസ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ അങ്ങനത്തെ ചില കൺസെപ്റ്റുകളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ റൂള്, കോഷ്യൻ റൂള്, പ്രൊഡക്റ്റ് റൂള്, അതേപോലെ ആ രീതിയിലുള്ള ചില റൂൾസാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് റൂൾസാണ്. അതായത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് ആദ്യം നമുക്ക് പറയാം. ഫസ്റ്റ് റൂള് ചെയിൻ റൂളാണ്. ചെയിൻ റൂൾ, പിന്നെ വരുന്നത് പ്രൊഡക്റ്റ് റൂൾ, പിന്നെ വരുന്നത് കോഷ്യൻ റൂൾ. ഇതേപോലെ റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ റൂൾസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോബ്ലംസ് പറയുമ്പോൾ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന കാര്യങ്ങൾ ഇതേപോലുള്ള റൂൾസും കാര്യങ്ങളാണ്. നമുക്ക് ഓരോ റൂള് പറഞ്ഞിട്ട് അതിൻ്റെ പ്രോബ്ലംസ് അതിൻ്റെ താഴെ ഇങ്ങനെ ചെയ്തു പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നു വിചാരിക്കും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ തന്നു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ, അതായത് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്നത്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് f'(x). ഈ രീതിയിലാണ് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു x² ആണെങ്കിൽ d/dx ഓഫ് എഫ് ഓഫ് എക്സ് അതെന്താണ്, 2x ആണ്, അതായത് f'(x). അതൊന്നുമില്ല, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x. ആ 2xനെ ഡെറിവേറ്റീവിനെ അതിനെ ഡിനോട്ട് ചെയ്യും. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ f'(x) എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക, ആ ഒരു റെപ്രസെൻറ്റേഷനിൽ ഡിനോട്ട് ചെയ്യുക. നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്തു പോവാം. ആ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ, മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് പറയുന്നത് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് 0. അതായത് കോൺസ്റ്റൻറ്റ് പറഞ്ഞാൽ എന്താ, ഒരു ഫിക്സഡ് നമ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു c എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് f'(x). ഈ d/dx എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായത് സിംപ്ലി ഡെറിവേറ്റീവ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എഫ് ഓഫ് എക്സ് c ആണെങ്കിൽ, ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്, 0 ആണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ടെക്സ്റ്റിൽ 1-2 എക്സാമ്പിൾ കൊടുത്തിട്ട്, ഇപ്പോൾ ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു 5 ആണ്. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് 5, അതായത് f'(x) അതെന്തായിരിക്കും, 0 ആണ്. കാരണം 5 ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്, 0 ആണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്, 0 ആണ്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി
ഓക്കെ, വേറൊരു കാര്യം കൂടി പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു y ഈക്വൽ ടു എന്നും ഫംഗ്ഷനെ നമ്മൾ ചിലപ്പോൾ ഡിനോട്ട് ചെയ്യും. ഫംഗ്ഷനെ ഇപ്പോൾ എഫ് ഓഫ് എക്സ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യണതിൻ്റെ പകരം ചില കേസിൽ നമ്മൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലെങ്കിൽ y ഈക്വൽ ടു ഒരു 5x ഒക്കെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ അവിടെ ഡെറിവേറ്റീവിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഇതിൻ്റെ ഡെറിവേറ്റീവിനെ y ഡാഷ് ആ രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. അതായത് എഫ് ഓഫ് എക്സ് ആണ് നിങ്ങൾക്ക് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ, എഫ് ഓഫ് എക്സ് ആണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്, y ആണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? y ഡാഷ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ y ഡാഷ് എന്താണ്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഈ 2x എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പറയും. പക്ഷേ ഇവിടെ ഞാൻ ഈ റെപ്രസെൻറ്റേഷൻ ഒന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ എടുത്തത്. അതായത് y ആണ് നിങ്ങളുടെ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? y ഡാഷ്, അതായത് dy/dx. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ആ റെപ്രസെൻറ്റേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റെപ്രസെൻറ്റേഷൻ പറഞ്ഞു, ഡെറിവേറ്റീവിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നുള്ളത് പറഞ്ഞു, പിന്നെ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്? 0 ആണ്. ഈ കാര്യം പറഞ്ഞു. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് പവർ ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ട് പവർ വരുമ്പോൾ എങ്ങനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പവർ ഫംഗ്ഷൻ നമ്മൾ ഇപ്പോൾ ഒരു റൂൾ പറഞ്ഞു, കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ആണെന്ന് പറഞ്ഞു. അടുത്ത പവർ ഫംഗ്ഷൻ റൂൾ. ഇപ്പോൾ നിങ്ങളുടെ എഫ് ഓഫ് എക്സ് ഇപ്പോൾ ഒരു y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഒരു x⁻n ആണെന്ന് വിചാരിക്കുക. x⁻n ഏതെങ്കിലും ഒരു നമ്പർ. ഓക്കെ, x⁻n ആണ്. അതിനാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് y ഡാഷ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ്. ഇത് രണ്ടും ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യണതാണ്. y ഡാഷ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്ത് വരും? nx⁻n-1. അപ്പോൾ ഓർത്ത് വെക്കുക, ഫംഗ്ഷൻ x⁻n ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് d/dx ഓഫ് x⁻n, d/dx ഓഫ് x⁻n ഈക്വൽ ടു എന്ത് വരും? nx⁻n-1. ഈ d/dx പറയുന്നത് x⁻n-ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഫംഗ്ഷൻ x⁻n ആണെങ്കിൽ ഡെറിവേറ്റീവ് nx⁻n-1 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഫംഗ്ഷൻ സി ആണ്, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ ഒരു y ഈക്വൽ ടു x⁻5 എടുത്തു. y ഈക്വൽ ടു എന്തെടുത്തു? x⁻5. അങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് y ഡാഷോ അല്ലെങ്കിൽ dy/dxോ എന്തായിക്കോട്ടെ, ഒക്കെ ഡെറിവേറ്റീവ് ആണ്. y ഡാഷ് എന്ത് വരും? x⁻5, അതായത് x⁻n ഫോമിലല്ലേ ഇത്? x⁻n-ൻ്റെ ഫോമിൽ എന്നിൻ്റെ സ്ഥാനത്ത് എന്താ? 5. അപ്പോൾ ഡെറിവേറ്റീവ് എന്ത് വരും? nx⁻n-1, അതായത് 5x⁻5 ആണ്. 5-1, അതായത് 5x⁴. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, x⁻n-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? nx⁻n-1. അപ്പോൾ x⁵ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 5x⁻1. ഇറ്റ്സ് 5x⁴. ഇപ്പോൾ y ഈക്വൽ ടു x⁻6 ആണെങ്കിലോ y ഡാഷ് എന്ത് വരും? 6x⁻6-1 ഓക്കെ, അപ്പോൾ പവർ വരുമ്പോൾ എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാക്കി കരുതുന്നു. അപ്പോൾ രണ്ട് റൂള് നമ്മൾ പറഞ്ഞു. പവർ വരുമ്പോൾ കണ്ടുപിടിക്കുന്നു കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണെന്നുള്ളതും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ y ഈക്വൽ ടു ഒരു x⁵3/2 ആണെന്ന് വിചാരിക്കും. y ഈക്വൽ ടു എന്താണ്? x⁵3/2. അങ്ങനെയാണെങ്കിൽ dy/dx എന്ത് വരും? ഡെറിവേറ്റീവ് എന്ത് വരും? 3/2 ഫ്രണ്ടിലേക്ക് വരും. അതായത് ഈ ഫോമിലാണ് x⁻n 3/2 x⁻3/2 -1. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3/2 x⁻3/2 -2/2. ഇറ്റ്സ് 3/2 x⁻3 - 2/2. ഇറ്റ്സ് 3/2 x⁻1/2. ഓക്കെ, അതായത് ഈ x⁻3/2 എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3/2 x⁻1/2. അപ്പോൾ x⁻1/2 പറഞ്ഞാൽ √x ആണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3/2 √x, 3√x/2 എന്നൊക്കെ എഴുതാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, y ഈക്വൽ ടു x ആണെങ്കിൽ ഇതിനെ ഈ ഫോമിലാണ് ഇത് കണ്ടത് ഒന്നില്ല എന്നുണ്ടെങ്കിലും ഇതിനെ നമുക്ക് x⁻1 എന്ന് എഴുതിക്കൂടെ? x⁻1 എന്ന് എഴുതാം. അങ്ങനെയാണ് ഇതിൻ്റെ y ഡാഷ് അല്ലെങ്കിൽ dy/dx എന്ത് വരും?
1 x raised to 1 minus 1. It's 1 into x raised to 0. x raised to 0 എന്താണ്? നമ്മൾ മുന്നത്തെ കേസ് പറഞ്ഞിട്ടുണ്ട്. x raised to 0 1 ആണ്. അപ്പോൾ അത് 1 into 1 equal to 1 വരും. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? അതും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x raised to 2 minus 1. It's 2x raised to 1 equal to 2x. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. എക്സ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്ക് ബുദ്ധിമുട്ടുള്ളത് മാത്രം ചെയ്തു പോവാം. സിമ്പിളായിട്ടുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. y ഈക്വൽ ടു 100x റേസ് ടു മൈനസ് 1/3. ഇതാണ് ഫംഗ്ഷൻ y ഈക്വൽ ടു 100x റേസ് ടു മൈനസ് 1/3. ഇതെങ്ങനെ ചെയ്യും? ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? y ഡാഷ് ഈക്വൽ ടു 100 ഇൻറ്റു 100 കോൺസ്റ്റൻറ്റ് നമ്പറാണ്. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സി എഫ് ഓഫ് എക്സ്, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് ഫംഗ്ഷൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് കാണുമ്പോൾ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഇവിടെ വൈ ഡാഷ് കാണുമ്പോൾ ഈ 100 ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. ആ 100നെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് എഴുതരുത്, കാരണം ഇത് 100 മാത്രമല്ല, 100ൻ്റെ കൂടെ ആരുണ്ട്? എക്സ് റേസ് ടു മൈനസ് 1/3 ഉണ്ട്. അപ്പോൾ 100 കോൺസ്റ്റൻ്റ് ആണ്. ഈ 100നെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു മൈനസ് 1/3. ഇതെന്ത് വരും? 100 ഇൻറ്റു മൈനസ് 1/3. ഇത് മറ്റേ നമ്മളെ നേരത്തെ ഫോർമുല അല്ലേ? എക്സ് റേസ് ടു എൻ വൈ ഡാഷ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ഈ ഫോർമുലയാണ്. ഇനി ഇതിനെന്ത് ചെയ്യാം? മൈനസ് 1/3 ഫ്രണ്ടിലേക്ക് വരും. എക്സ് റേസ് ടു മൈനസ് 1/3 മൈനസ് 1. അതെന്ത് വരും? മൈനസ് 100/3 എക്സ് റേസ് ടു മൈനസ് 1/3 മൈനസ് 3/3. അതെന്ത് വരും? മൈനസ് 100/3 എക്സ് റേസ് ടു മൈനസ് 4/3 വരും. മൈനസ് 100/3 എക്സ് റേസ് ടു മൈനസ് 4/3. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് രണ്ട് കേസ് നമ്മൾ പറഞ്ഞു. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു, അതേപോലെ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഈ രണ്ടും ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂളിലേക്ക് പോവാം, അല്ലെങ്കിൽ അടുത്ത കേസിലേക്ക് പോവാം. ലീനിയർ ഫംഗ്ഷൻ റൂള് അടുത്തതാണ്. ലീനിയർ ഫംഗ്ഷൻ റൂള്. ലീനിയർ ഫംഗ്ഷൻ റൂൾ. നിങ്ങളോട് മിക്കവാറും എക്സാമിന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. ഓക്കെ, ലീനിയർ ഫംഗ്ഷൻ റൂൾ എന്ന് പറയുമ്പോൾ അവിടെ y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഫോമില ആയിരിക്കും. എങ്ങനെ? y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഫോമില ആയിരിക്കും. അതിനാണെങ്കിൽ ഡെറിവേറ്റീവ് എന്ത് വരും? ഡെറിവേറ്റീവ് y ഡാഷ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി. ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കൂ, ഈ എയും ബിയും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. ഈ ഇതിപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് രണ്ടെണ്ണമാക്കി കൊടുക്കാം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ബി ഇങ്ങനെ എഴുതാം. അതായത് ഈ ഡെറിവേറ്റീവ് ഇതിനെ രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഉണ്ട് ഇവിടെ, എ എക്സും ബിയും. അത് രണ്ടും കൂടി സം ചെയ്തിട്ടാണ് ഒറ്റ ഫംഗ്ഷൻ ആയിട്ടുള്ള എ എക്സ് പ്ലസ് ബി. അപ്പോൾ നമുക്ക് അത് രണ്ടെണ്ണത്തിനും ഡിഫറൻസിയേഷൻ സെപ്പറേറ്റ് ആയി കൊടുക്കാം. ഇനി ഇവിടെ നോക്കൂ, എ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ എൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല, കാരണം എൻ്റെ കൂടെ ആരുണ്ട്? എക്സ് ഉണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് എന്ത് ചെയ്യുക? ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ബി. ബി കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ എക്സിൻ്റെ ടേം ഒന്നുമില്ല. അപ്പോൾ ബീൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. നമ്മൾ നേരത്തെ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അപ്പോൾ ഇതെന്ത് വരും? എ ഇൻറ്റു 1 പ്ലസ് 0 ഈക്വൽ ടു എ. എ ഇൻറ്റു 1 പ്ലസ് 0 ഈക്വൽ ടു എ. അപ്പോൾ y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എ ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, y ഈക്വൽ ടു എക്സ് പ്ലസ് ബി ഫോമിലാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എ ആണ്. ഇനി ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. y ഈക്വൽ ടു ഒരു 3x പ്ലസ് 7 എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ y ഡാഷ് എന്താവും? ഇത് ഈ ഫോമിലല്ലേ? y ഡാഷ് എൻ്റെ പ്ലേസിൽ എന്താ? 3 ആണ്. y ഡാഷ് എന്ത് വരും? 3 വരും. അതായത് y ഈക്വൽ ടു 3x പ്ലസ് 7 ആകുമ്പോൾ y ഡാഷ് എന്ത് വരും?
3 വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സം റൂളും ഡിഫറൻസ് റൂളും ആണ്. ഓക്കെ, സം റൂള് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ഫംഗ്ഷനെ സം ചെയ്യുമ്പോഴും ഡിഫറൻസ് ചെയ്യുമ്പോഴും ഡെറിവേറ്റീവ് എങ്ങനെയാണ് ചേഞ്ച് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ പ്ലസ് ഓർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇതെന്ത് വരും, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്, അത്രേ ഉള്ളൂ. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ നിങ്ങൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും പ്ലസ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് കാണാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, എന്ത് ചെയ്താൽ മതി, രണ്ടിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടിട്ട് സം ചെയ്താൽ മതി. ഇനി അതല്ല നിങ്ങൾ ഡിഫറൻസിൻ്റെ ഡെറിവേറ്റീവാണ് കാണാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഡെറിവേറ്റീവ് രണ്ടും കണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, അതേപോലെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മൾ മിക്ക പ്രോബ്ലംസും ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കയറി വരുന്നതാണ്. അപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, y ഈക്വൽ ടു എക്സ് റേസ് ടു 8 പ്ലസ് ഒരു എക്സ് റേസ് ടു 2/3, എക്സ് റേസ് ടു 2/3. നിങ്ങൾക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത് y ഡാഷ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എക്സ് റേസ് ടു 8ഉം എക്സ് റേസ് ടു 2/3 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇതിൻ്റെ രണ്ടിൻ്റെ വേറെ കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ y ഡാഷ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 8 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 2/3. ഇനി എക്സ് റേസ് ടു 8ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാവുന്നതാണ്, എന്താണ് 8x റേസ് ടു 8 മൈനസ് 1 പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഇത് എക്സ് റേസ് ടു n ഫോമിലല്ലേ, എക്സ് റേസ് ടു n-ൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു, n എക്സ് റേസ് ടു n മൈനസ് 1. ഇനി ഇതെന്ത് വരും, 2/3 എക്സ് റേസ് ടു 2/3 മൈനസ് 1. അപ്പോൾ ഇതെന്ത് വരും, 8x റേസ് ടു 7 പ്ലസ് 2/3 എക്സ് റേസ് ടു 2/3 മൈനസ് 3/3. അതായത് 8x റേസ് ടു 7 പ്ലസ് 2/3 എക്സ് റേസ് ടു മൈനസ് 1/3. ഓക്കെ, 2/3 എക്സ് റേസ് ടു മൈനസ് 1/3 പ്ലസ് 8x റേസ് ടു 7. അപ്പോൾ ഓർത്ത് വെക്കുക, അതായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു ഫംഗ്ഷൻ ഇവിടെ ടെക്സ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതൊക്കെ ചെയ്ത് നോക്കാം, സിമ്പിളായിട്ടുള്ളത് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. അടുത്തതാണ് ഓക്കെ, y ഈക്വൽ ടു 3x റേസ് ടു 3 പ്ലസ് 4x സ്ക്വയർ മൈനസ് 5x പ്ലസ് 5. ഇതിൻ്റെ ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, y ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോന്നിലും നമ്മൾ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് 3x ക്യൂബ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 4x സ്ക്വയർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 5x പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 5. ഇവിടെ മൈനസ് വരാൻ കാരണം എന്താ, ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്. ഓക്കെ, ഇനി ഈ 3നെ നമുക്ക് കോൺസ്റ്റൻ്റ് അല്ലേ, 3നെ എന്ത് ചെയ്യുക, ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 4നെ ഔട്ട് സൈഡ് എടുക്കുക. 4 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5നെ ഔട്ട് സൈഡ് എടുക്കുക. 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ഇതിന് ഔട്ട് സൈഡ് എടുക്കാനൊന്നുമില്ല, കാരണം ഇവിടെ 5ൻ്റെ കൂടെ വേരിയബിൾ ആയിട്ടുള്ള എക്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് 5ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 0. ഇനി ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. 3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 3x റേസ് ടു 3 മൈനസ് 1, ഇറ്റ്സ് 3x സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2x റേസ് ടു 2 മൈനസ് 1, ഇറ്റ്സ് 2x റേസ് ടു 1, അതായത് 2x മൈനസ് 5. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, നമ്മൾ നേരത്തെ ചെയ്തു, 1x റേസ് ടു 1 മൈനസ് 1, അതായത് 1x റേസ് ടു 0, 1. ഓക്കെ, ഇനി ഇതെന്ത് വരും, 9x സ്ക്വയർ പ്ലസ് 8x മൈനസ് 5. ഇതായിരിക്കും എന്ത് വരിക,
വൈ ഡാഷ് വരിക. അപ്പോൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3x³ + 4x² - 5x + 5 എന്നുള്ള ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 9x² + 8x - 5. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. y ഈക്വൽ ടു x³ + 1/x. y ഈക്വൽ ടു x³ + 1/x. അപ്പോൾ ഇത് കണ്ട് നമ്മൾ ഒന്ന് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അത് നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞ ഫോമിലൊന്നും അല്ലല്ലോ, അടിയിലൊരു ഡിനോമിനേറ്ററിലൊരു സംഭവം വന്നിട്ടില്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി ചെയ്താൽ എന്ത്, ഈ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ആക്കി എഴുതിയാൽ എന്ത് വരും? ഇത് ഈക്വൽ ടു x³ x + 1/x. ഇങ്ങനെ ചെയ്താലോ? കോമൺ ഡിനോമിനേറ്റർ ആണ് സം ചെയ്ത നേരത്തെ സാധനം തന്നെ x³ + 1/x എന്ന് വരും. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അതായത് x³ x എന്താ കട്ട് ചെയ്താൽ x² വരും. പിന്നെ മറ്റേതിനെ 1/x എങ്ങനെ ചെയ്താൽ x⁻⁻1 എഴുതാം. 1/x 1 ആണ്. അത് മേലെ എടുക്കുമ്പോൾ x⁻⁻1. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. y ഡാഷ് ഈക്വൽ ടു d/dx ഓഫ് x² + d/dx ഓഫ് x⁻⁻1. ഇത് നോക്കൂ, ഇത് x⁻n ഫോമിലല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? x² ഡെറിവേറ്റീവ് 2x + -1 x⁻⁻1 -1. ഇറ്റ്സ് 2x - x⁻⁻2. അതായത് വേണമെന്നുണ്ടെങ്കിൽ 2x - 1/x² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വരുന്നത്. എന്താണ്? 2x - 1/x². ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണെന്ന് പറഞ്ഞു. x⁻n ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ n(x⁻n - 1) ആണെന്ന് പിന്നെ രണ്ട് ഫംഗ്ഷൻ സം ചെയ്ത് ഡെറിവേറ്റീവ് കാണുന്നതിന് പകരം ഡെറിവേറ്റീവ്സ് സെപ്പറേറ്റ് കണ്ടിട്ട് ആ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് വേറെ വേറെ കണ്ടിട്ട് സം ചെയ്താൽ മതി. ഡിഫറൻസിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രൊഡക്റ്റ് റൂളാണ്. അതായത് ഡെറിവേറ്റീവ് കാണുന്നതിൽ തന്നെ അടുത്ത റൂളാണ് പ്രൊഡക്റ്റ് റൂൾ. നമ്മൾ സം റൂള് ഡിഫറൻസ് റൂളൊക്കെ പറഞ്ഞു, അതേപോലെ വരുന്നതാണ് പ്രൊഡക്റ്റ് റൂള്. അതായത് രണ്ട് ഫംഗ്ഷൻ സം ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. ഇനി ഡിഫറൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് എടുത്താൽ മതി. അടുത്ത പറയാൻ പോകുന്നത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ y ഈക്വൽ ടു ഒരു f(x) g(x). ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കും. y ഈക്വൽ ടു സം f(x) g(x). അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ? ഡിസ്കസ് ചെയ്യാൻ പോകണം. ഇത് കണ്ടുപിടിക്കുന്നത് y ഡാഷ് ഈക്വൽ ടു f(x) g'(x) പ്ലസ് g(x) f'(x). അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഓർത്ത് വെക്കുക, ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 എക്സാമ്പിളും ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്ത് തന്നെ ചെയ്യുക. y ഈക്വൽ ടു ഒരു 5x⁴ 3x - 7. ഇതിൻ്റെ ഡെറിവേറ്റീവ് y ഡാഷ് എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ, ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ്, ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ f(x) ആക്കി എടുക്കുക. സെക്കൻഡ് ഫംഗ്ഷൻ ഇതാണ് 3x - 7, അതിനെ g(x) ആക്കി എടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ 5x⁴ ഡെറിവേറ്റീവ് ഓഫ് 3x - 7 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ g(x) 3x - 7 ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? 5x⁴. ഇനി ഇതെന്ത് വരും? 5x⁴. 3x - 7ൻ്റെ ഡെറിവേറ്റീവ് എന്താ? നമ്മൾ പറഞ്ഞ ലീനിയർ ഫംഗ്ഷനാണ് ax + b അല്ലെങ്കിൽ ax - b. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? a, അതായത് 3 പ്ലസ് 3x - 7 5x⁴ ഡെറിവേറ്റീവ് എന്ത് വരും? 5നെ ഔട്ട് സൈഡ് എടുക്കുക. പിന്നെ x⁴ ഡെറിവേറ്റീവ് അതെന്ത് വരും? 5 4x⁴. ഓക്കെ, അതായത് 4x⁴ - 1 4x⁴. ഇതെന്ത് വരും? 15x⁴ പ്ലസ് ഇതിനെ വേണമെങ്കിൽ 20 എഴുതാം. 20x³ 3x - 7. ഇതായിരിക്കും ഇതിൻ്റെ എന്ത് വരിക?
ഡെറിവേറ്റീവ് വരിക. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു രീതിയിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് ഓർത്ത് വെക്കുക. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. 15x⁴ 15x⁴ പ്ലസ് 20x³ മൾട്ടിപ്ലൈ ചെയ്താൽ 20 × 3 അതായത് 60x⁴ വരും. പിന്നെ 20 × 7 അത് -140x³ വരും. അപ്പോൾ എന്ത് വരും? 75x⁴ -140x³. ഇതായിരിക്കും അതിൻ്റെ എന്ത് വരിക? 75x⁴ -140x³. ഇതായിരിക്കും ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് ഇതായിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് റൂൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്, അതായത് ഒരു ഫംഗ്ഷൻ പ്രൊഡക്റ്റ് റൂൾ ആണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു ചലഞ്ചിങ് ആണ്. അത് നിങ്ങളുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കാരണം ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. y = ഒരു 4x⁻³ - 5x + 7 × 3x⁴ - 2x³ 3x⁴ - 2x³ + 2. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. y' എന്ത് വരും? ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? 4x³ - 5x + 7 × ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ 3x⁴ - 2x³ + 2 പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? 3x⁴ - 2x³ + 2 × d/dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 4x³ - 5x + 7. അതെന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? 4x³ - 5x + 7 × 4x³ - 5x + 7 × ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഓരോന്നും നമുക്ക് വേറെ 3x⁴ ഡെറിവേറ്റീവ് എന്ത് വരും? 12x³ - 6x² + 2ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 0. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ വരും. ഇനി സെക്കൻഡ് കേസ് 3x⁴ - 2x³ + 2 × ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 12x² - 5. അത്ര എഴുതിയാൽ മതി. അതായത് വേണമെന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ് വരിക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ അറേഞ്ച് ചെയ്താൽ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ കിട്ടും. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതായിരിക്കും ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ പഠിച്ചു, ചെയിൻ റൂൾ പറയാനുള്ളതാണ്. പ്രൊഡക്റ്റ് റൂൾ പഠിച്ചു, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണെന്ന് പഠിച്ചു, പവർ റൂൾ പഠിച്ചു, അതായത് x⁻n ഡെറിവേറ്റീവ് x⁻n - 1 ആണെന്ന് പഠിച്ചു. അങ്ങനെ പല കേസ് പഠിച്ചു. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് കോഷ്യൻ റൂളാണ്. അടുത്ത റൂളാണ്, ഇമ്പോർട്ടൻറ്റ് റൂളാണ് കോഷ്യൻ റൂൾ. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ അടുത്ത റൂളാണ് കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ y = f(g)(x) ഫോമിലായിരിക്കും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവും. ഇനി ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാന്നാണ് പറയാൻ പോണത്. അതായത് y' കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫോർമുല ഉണ്ട്. g(x) × f'(x) മൈനസ് f(x) × g'(x) ഡിവൈഡഡ് ബൈ g(x)ൻ്റെ സ്ക്വയർ. അതായത് ഇത്രയേ ഉള്ളൂ ഫംഗ്ഷൻ. അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാവുന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. y = 2x + 1/x - 1. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് y'. അപ്പോൾ ഇത് നോക്കൂ, ഇത് ഈ ഒരു ഫോമിലാണ് f(x) / g(x). f(x) എന്ന് പറഞ്ഞാൽ 2x + 1, g(x) എന്താണ്? x - 1. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണിത് സംഭവം. ഇനി നമ്മൾ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക. അതായത് താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലത്തെ ഫംഗ്ഷൻ മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് താഴെ വരുന്ന ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ താഴെ വരുന്ന ഫംഗ്ഷൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ താഴെ വരുന്ന ഫംഗ്ഷൻ എന്താ? x - 1 × d/dx ഓഫ്
2x plus 1 minus 2x plus 1 into d by dx of x minus 1 divided by x minus 1 സ്ക്വയർ. ഓക്കെ, ഇനി ഇതെന്ത് വരും? എക്സ് മൈനസ് 1 ഇൻറ്റു 2x plus 1 ഡെറിവേറ്റീവ് എന്താണ്? 2. എക്സ് പ്ലസ് ബി ഫോമിലാണല്ലോ ലീനിയർ. അപ്പോൾ 2x plus 1 ഡെറിവേറ്റീവ് 2 മൈനസ് 2x plus 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഡെറിവേറ്റീവ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 സ്ക്വയർ. ഇതെന്ത് വരും? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എഴുതുന്നുണ്ട്. സിംപ്ലിഫൈ ചെയ്താൽ 2x minus 1 minus 2x plus 1 divided by x minus 1 സ്ക്വയർ. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ എന്ത് വരുന്നത്? ഡെറിവേറ്റീവ് വരുന്നത്. 2 into x minus 1 minus 2x plus 1 divided by x minus 1 സ്ക്വയർ. ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതാ, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 into x minus 1 2x minus 2 minus 2x plus 1 വരുന്നുണ്ടോ? ആ പ്ലസ് 1 വരുന്നുണ്ടല്ലേ. പ്ലസ് 1 ഉള്ളത് എന്തോ? ഇത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ആവും. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 സ്ക്വയർ. അപ്പോൾ എന്ത് വരും? ഇത് കട്ട് ചെയ്യുക, ബാക്കി -3 എക്സ് മൈനസ് 1 സ്ക്വയർ. -3 എക്സ് മൈനസ് 1 സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇതായിരിക്കും ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വരുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് എന്താണ്? -3 എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അതായത് ഡെറിവേറ്റീവ് ബൈഹാർട്ട് പഠിക്കുന്നത് നമ്മളെ കൊണ്ട് പോസിബിൾ അല്ല ഇതിൻ്റെ ഒന്നും. അത് നമ്മൾ ഈ റൂള് അപ്ലൈ ചെയ്യുന്നത് മറക്കാതൊക്കെ. അതായത് കോഷ്യൻ റൂൾ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അതെന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ജി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എക്സാമ്പിൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഓരോ എക്സാമ്പിളും ഓരോ പോലെയാണ്. അതാണ് എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എക്സാമിന് ഏതാണ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുള്ളത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു ഒരു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് ക്യൂബ് മൈനസ് ഡിവൈഡർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y ഡാഷ് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ ഇതെന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇതെന്ത് വരും? 3x സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഡെറിവേറ്റീവ് ഒക്കെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുമ്പോൾ എക്സ് ക്യൂബിൻ്റെ 3x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ -2x 1 ഡെറിവേറ്റീവ് എന്താ? 0. അപ്പോൾ 3x സ്ക്വയർ മൈനസ് 2x 1 ഡെറിവേറ്റീവ് 0. പിന്നെ മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടൊക്കെ സിംപ്ലിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് കോഷ്യൻ റൂള്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ പഠിച്ചു, സം റൂളും ഡിഫറൻസ് റൂളും കോഷ്യൻ റൂളും കോൺസ്റ്റൻറ്റ് റൂളും പവർ റൂളും ഒക്കെ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാൻ പോകുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഫംഗ്ഷൻ ഒരു എഫ് ഓഫ് യു എന്നുള്ള ടേമിലാണ് വൈ തന്നത് വിചാരിക്കുക. വൈ തന്നത് എഫ് ഓഫ് യു. അത് എക്സാമ്പിൾ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം അതിൻ്റെ ഫോർമുല ഒന്ന് എഴുതട്ടെ. അങ്ങനെയാണ് ഈ വൈ ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്താൽ മതി? ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ചെയ്താൽ മതി. വൈ ഡാഷ് അതായത് ഡി വൈ ബൈ ഡി എക്സ് ആണ് കേട്ടോ ഇവിടെ ഉദ്ദേശിച്ച്. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. വൈ ഈക്വൽ ടു യു ക്യൂബ്, വൈ ഈക്വൽ ടു യു സ്ക്വയർ. ഓക്കെ, വൈ ഈക്വൽ ടു യു സ്ക്വയർ ആണ്. യു ഈക്വൽ ടു 2x ക്യൂബ് പ്ലസ് 5x പ്ലസ് 1 2x ക്യൂബ് പ്ലസ് 5x പ്ലസ് 1. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് യു സ്ക്വയർ ആയതുകൊണ്ട് 2u ഡെറിവേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ യു ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്.
അത് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ 2x ഒന്നും 2u അല്ല. ഓക്കെ, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് 0 കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ യു ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 2x³ + 5x + 1. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ y = ഒരു യുവിൻ്റെ ടേമിലാണ് തന്നിട്ടുള്ളത് u². അപ്പോൾ dy/dx എന്താണ്? dy/du × du/dx. ഇനി dy/du എന്താ? dy/du അതായത് y u² ആണ്. u²ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യുവിൽ u²ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യുവിൽ എന്താണ്? അത് 2u ആണ്. 2u. ഇനി du/dx യു ഇതാണ്, യു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അതെന്ത് വരും? 2x³ ഡെറിവേറ്റീവ് 6x² + 5. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ യുവിൻ്റെ പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2x³ + 5x + 1 × 6x² + 5. ഇതായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ് വരിക. 2x³ + 5x + 1 × 6x² + 5. അത് നിങ്ങൾ 2u × 6x² + 5 എഴുതിയാലും മതി. അപ്പോൾ ഇതായിരിക്കും ഡെറിവേറ്റീവ് വരിക. അപ്പോൾ ഓർത്ത് വെക്കുക, dy/dx y = f of u, ഒരു യുവിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ് y വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ dy/dx കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? dy/du × du/dx. അതായത് ആദ്യം യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പിന്നെ യുവിനെ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ അടുത്തൊരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ചെയ്ത് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ ഇതാണ്. y = 4u³, y = 4u³, പിന്നെ u = 12x² + 5. ഇതിൻ്റെ ഡെറിവേറ്റീവ് dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ യുവിൻ്റെ ടേമാണ്, y യുവിൻ്റെ ടേമിലാണ്. അപ്പോൾ dy/du × du/dx അതെന്ത് വരും? dy/du എന്താ? 4u³, 4 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കുക. u³ 3u² വരും. അപ്പോൾ 4 × 3u² ഇതിൻ്റെ ഡെറിവേറ്റീവ് 12x² എന്ന് പറഞ്ഞാൽ 24x, 5ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 12u² × 24x ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 214 48 288xu² എന്ന് എഴുതാം. 288xu² എന്നൊക്കെ എഴുതാം. ഓക്കെ, ഈ യുവിൻ്റെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. യു എന്താണ്? 12x² + 5 ആണ്. അപ്പോൾ 288x 12x² + 5u² അല്ലേ? അപ്പോൾ 12x² + 5² എന്നൊക്കെ സിംപ്ലിഫൈ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഈ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. കോഷ്യൻ റൂള് എങ്ങനെയാണ് കോഷ്യൻ റൂളല്ല, ചെയിൻ റൂൾ എങ്ങനെയാണ് ചെയ്ത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് റൂട്ട് വെച്ചിട്ട്. അപ്പോൾ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പറയണം. അതായത് ഇപ്പോൾ f(x) = √x ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താ വരിക? √x എങ്ങനെ ചെയ്താൽ x⁻². ഇനി നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ dy/dx of x⁻², അതായത് dy/dx of √x ഇതെന്ത് വരും? 1/2x⁻² 1/2 - 1 1/2x⁻² -1/2 1/2/x⁻²1/2 1/2 √x. അപ്പോൾ √xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 √x ആണ്. ഓർത്ത് നോക്കുക, √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ചെയിൻ റൂളിലേക്ക് മടങ്ങി വരാം. ചെയിൻ റൂളിലേക്ക് മടങ്ങി വരുമ്പോൾ y = √u ആണ്. y = √u, u = 5 + 7x + x³, 5 + 7x + x³. dy/dx കണ്ടുപിടിക്കണം. അതെന്ത് വരും? dy/du × du/dx, dy/du × du/dx ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? dy/du എന്ന് പറയുമ്പോൾ √uൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 √u ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 7 + 3x², 7 + 3x². അപ്പോൾ ഡെറിവേറ്റീവ് വരിക എന്താണ്? 1/2 √u × 7 + 3x². ആ √uൻ്റെ ഡെറിവേറ്റീവ് വന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. √xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? നമ്മൾ ചെയ്ത് പോകുമ്പോൾ 1/2 √x ആണ്. അപ്പോൾ √uൻ്റെ വിത്ത് റെസ്പെക്ട് യുവിലെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 √u. നീ എന്ത് ചെയ്താൽ മതി? യുവിൻ്റെ സ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി.
ഓക്കെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇങ്ങനെ തന്നു വിചാരിക്കുക, അതായത് 2x+5 all raised to 4 2x+5 all raised to 4 divided by 5x - 7 all raised to 4 5x - 7 all raised to 4. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ ഫോർത്ത് പവറൊക്കെ എടുത്തിട്ട് ചെയ്യാന്ന് പറഞ്ഞാലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യാം. 2x+5/5x - 7 all raised to 4 എന്ന് എഴുതാം. ഇനി ഇത് u raised to 4 എന്നുള്ള ഫോമിലല്ലേ, y = എന്തെന്ന് പറയാം, u raised to 4. u ആക്കിയിട്ട് എന്ത് കൊടുക്കുക, 2x+5/5x - 7. ഇനി ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും, dy/dx കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ dy/du × du/dx, അതായത് 4u³ ഇതിൻ്റെ ഡെറിവേറ്റീവ് du/dx തന്നെയാണോ കോഷ്യൻ റൂൾ വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. അതോടെ ചെയ്തൊന്നുമില്ല. 2x+5 all raised to 4/5x - 7 all raised to 4 ആണ്. അതിന് ഞാൻ എങ്ങനെ മാറ്റി, 2x+5/5x - 7 all raised to 4 എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ഒരു u raised to 4 ആയി കൺസിഡർ ചെയ്തു, u ആക്കിയിട്ട് ഇതിനെ കൊടുത്തും ചെയ്തു. അപ്പോൾ നമുക്ക് u raised to 4 പറഞ്ഞാൽ ഇതിൻ്റെ raised to 4 ഇത് പറഞ്ഞാൽ ഇത് ഓക്കെയാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, dy/dx കാണണമെന്നുണ്ടെങ്കിൽ dy/du × du/dx. dy/du എന്ത് വരും, 4u³. du/dx എന്താണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം, കോഷ്യൻ റൂള്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം.